ഒരുപാട് മനസ്സ് നിറച്ചൊരു സിനിമ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല. എൻ്റെ അഖിൽ സത്യൻ, നിവിൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ സർവ്വമായ അത് ശരിക്കും തന്നെ പ്രൂവ് ചെയ്തു. ഒരുപാട് സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മൂവി. അത് എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചു പോയിട്ടുള്ളത് അതുപോലെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ആ ഒരു സിനിമയുടെ സ്റ്റോറി ആയാലും ശരി, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള സത്യൻ അന്തിക്കാട്, അഖിൽ സത്യൻ, അനൂപ് സത്യൻ മൂവീസിലൊക്കെ ഉള്ള ആ ഒരു പ്ലോട്ട് തന്നെ. ഒരു നായകൻ്റെ ലൈഫിലേക്ക് നായിക വരുന്നു, എൻ്റെ അതിന് ശേഷം ഉണ്ടാവുന്ന ടേണിംഗ് പോയിന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ ആ ഒരു സിമ്പിൾ പ്ലോട്ടിനെ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഇവരുടെ ഒരു ക്രാഫ്റ്റാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. എൻ്റെ ഇവിടേക്ക് വരുമ്പോഴും അതായത് നല്ല രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് അജു നിവിൻ കൂട്ടുകെട്ടിലുള്ള ആ ഒരു കോമഡി സീനുകളൊക്കെ തന്നെ എവിടെ പോലും ഒരു അനാവശ്യമായിട്ടുള്ള കോമഡി ഇല്ലാതെ വളരെ നീറ്റായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള കോമഡീസ് ഒക്കെ കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പടം അവസാനിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയ്ക്കുകയും നമ്മുടെ മുഖത്ത് ഒരു ചിരി ഓഫർ ചെയ്യാനും സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. നിങ്ങളുടെ തൊട്ടടുത്തുള്ള നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് ഈ സിനിമയുടെ ട്രെയിലറോ അധികം ഒന്നും റിലീസ് ചെയ്യാതെ തന്നെ സിമ്പിളായിട്ട് ആ പടം റിലീസ് ചെയ്തത് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് തോന്നിയെങ്കിലും ആൻഡ് എനിക്ക് തോന്നിയൊരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിലെ ഒരു മെയിൻ ക്യാരക്ടറിന് റോൾ എന്താണെന്നുള്ളത് ഒരു ഈ സിനിമ റിലീസ് ചെയ്ത് 1-2 ദിവസത്തിനുള്ളിൽ റിലീസ് ചെയ്തത്. കാരണം ആ ഒരു സിനിമ കാണാത്ത ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് ആ ഒരു ആഹ് എന്താ പറയുക സസ്പെൻസോ അല്ലെങ്കിൽ ആ ഒരു സ്പോയിലർ പോലെ ആക്കിയ പോലെ തോന്നിയിരുന്നു അത്. ബട്ട് പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. എന്തൊക്കെയായിരുന്നു നിങ്ങൾക്ക് പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തതുണ്ടെങ്കിൽ എന്തായാലും കാണുക.